क्या लगता है कि इस्तीफा मिलेगा, रेजिग्नेशन देंगे धर्मेंद्र प्रधान या नहीं? ऑनेस्टली जब तक मोदी है मुझे तो नहीं लगता तब तक मिलेगा। मैं तो चाहती हूँ मोदी को भी गोली मार दो, सही में मैं तो मार भी दूंगी। मतलब आप प्राइम मिनिस्टर के लिए ऐसी बात बोल रहे हो, मोदी को गोली मार? कुछ हुआ भी है? नहीं नहीं। आप जो बोल रहे हो, आपको उसकी अकाउंटेबिलिटी लेनी पड़ती है। तो मैं तो ले लूंगी, वो लेते हैं। आपने ये देखो उन्होंने कितना। നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡൽഹിയിൽ നടക്കുന്ന ഇപ്പോഴത്തെ സമരം ഏതാണ്ട് ഇത് ഇനിയിപ്പോൾ അതിനെ അവഗണിച്ച് തള്ളിക്കളയാനൊന്നും പറ്റില്ല. രാജ്യവ്യാപകമായിട്ടും രാജ്യത്തിന് പുറത്തൊക്കെ ഒരുപാട് വിമർശനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരം അതിനെ കൈകാര്യം ചെയ്ത രീതി, പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് സമരത്തോട് കാണിക്കുന്ന ഒരു അട്ടിമറി, ആ സമരത്തെ അട്ടിമറിച്ച രീതികൾ, പ്രധാനമന്ത്രി വസതിയിലേക്ക് ഇവർ മാർച്ച് ചെയ്തു പോയത് ഇന്ത്യ മുന്നണി എങ്ങനെ ബാധിച്ചു, അതൊക്കെ ഓരോരോ വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കുറേ പേർ അറസ്റ്റിലായിട്ടുണ്ട് അല്ലേ? അതെ. ഈ അറസ്റ്റിലായവർ പലരും ആശുപത്രിയിൽ തടവിലാണ്, ചികിത്സയിലാണ്. പോലീസുകാർക്ക് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായിരിക്കും ഇവരുടെ ഭാവി? കാരണം ഇത് വലിയ ഫണ്ടിങ്ങൊക്കെ ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഫണ്ടിങ് ഇല്ലാതെ ഇങ്ങനെ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നറിയാം. അല്ല, ഫണ്ടിങ് ഉണ്ടെന്നുള്ളത് കോൺഗ്രസിന്റെ ഫണ്ടിങ് അല്ല. അല്ല, കോൺഗ്രസ് ഒന്നും അല്ല. കോൺഗ്രസ് കഴിഞ്ഞ ദിവസമാണിത്. അല്ല, കോൺഗ്രസ് ഇത് ഈ കോക്രോച്ച് പാർട്ടിയുടെ ഇന്ന് ഇത് എങ്ങനെ ഹൈജാക്ക് ചെയ്യാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണല്ലോ രാഹുൽ ഗാന്ധി നടത്തിയത്. അതായത് കോക്രോച്ച് പാർട്ടിയെ എങ്ങനെയെങ്കിലും മുതലെടുക്കുക, അതാണ് കോൺഗ്രസിൻ്റെ ഉദ്ദേശം. അല്ലാതെ കോക്രോച്ച് പാർട്ടിക്ക് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറാവില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നോക്കൂ, ഒരു പരസ്യമായിട്ട് ഈ അക്രമം നടത്തുക, ഇപ്പം ഇതിന് ഫണ്ടിങ് ഉണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഭക്ഷണത്തിൻ്റെ വരവ്, അവിടെ ഭക്ഷണം വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഏതാണ്ട് 2000-3000 പേരാണ് അവിടെ സമരം ചെയ്യുന്നത്. അതിൽ കൂടുതലൊന്നുമില്ല. ഒരു 3000-ത്തിനപ്പുറത്തേക്ക് ആൾക്കാരുണ്ടെന്ന് കരുതാൻ സാധിക്കില്ല. ആ ജനക്കൂട്ടമൊക്കെ കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് ഊഹിക്കാം. ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ നിൽക്കുന്ന ഒരു സമരമാണത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ 4 നേരം ഭക്ഷണം വരികയാണ്. ഡൽഹി പോലൊരു സ്ഥലത്ത് നോക്കൂ, നമ്മളിവിടെ തിരുവനന്തപുരത്ത് നമ്മളൊരു മസാല ദോശയ്ക്ക് നമ്മൾ 100 രൂപ കൊടുക്കുകയാണെങ്കിൽ ഡൽഹിയിലത് ഏറ്റവും കുറഞ്ഞത്, അതായത് നമ്മൾ ഏറ്റവും ഒരു ചെറിയ കടയിൽ കയറി അല്ലെങ്കിൽ ഒരു തട്ടുകടയിൽ നിന്ന് മസാല ദോശ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ 200 രൂപയാവും. വില കൂടുതലാണ്. ഇവിടുത്തെ ഇരട്ടി വിലയാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അതുപോലെ സമോസ, പക്കോട, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾക്കെല്ലാം വില വളരെ കൂടുതലാണ് അവിടെ. അപ്പോൾ ഒരു ദിവസം 4 നേരം ഭക്ഷണം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി. അത് ബിരിയാണിയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ വലിയ വലിയ വാഹനങ്ങളിലാണ് ഇത് തയ്യാറാക്കി കൊണ്ടുവരുന്നത്. എന്നിട്ട് അവിടെ വിതരണം ചെയ്യുകയാണെങ്കിൽ വഴിയെ പോകുന്നവർക്ക് വരെ കൊടുക്കുന്ന തരത്തിൽ ഈ ഭക്ഷണ വിതരണം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും പിന്നെ ഈ കോക്രോച്ച് പാർട്ടി നടത്തിയ, അവർ കൊടുത്ത പണം കൊണ്ടല്ല ഇത് നടക്കുന്നത്. അപ്പോൾ അത് വളരെ ദുരൂഹമാണ് അതിൻ്റെ പശ്ചാത്തലം. എങ്ങനെ ഇത് ആൾക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണോ? ഇപ്പോൾ ചിലർക്ക് നമുക്കറിയാമല്ലോ, ഇവിടെ നാട്ടിൽ പിന്നെ കോവിഡ് കാലത്തൊക്കെ ഈ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ വീട്ടിൽ പാചകം ചെയ്ത് കൊണ്ടുവന്ന് തെരുവ് നായ്ക്കൾ പട്ടിണി കിടക്കണ്ടെന്നും പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന ഇത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഇത് ഭക്ഷണം വെറുതെ കൊടുക്കുന്നതാണോ? എന്തായാലും അതിലൊരു വ്യക്തതയില്ല. പക്ഷേ ദുരൂഹതയുണ്ട് താൻ. ഇരിക്കട്ടെ, ഈ സമരം അക്രമാസക്തമായതിന് എന്ത് മറുപടി പറയും കോക്രോച്ച് പാർട്ടി? ഇതാരാണിത് അക്രമാസക്തമാക്കിയത്? ഒരു പോലീസുകാരൻ്റെ കണ്ണിൽ പരസ്യമായിട്ട് വന്ന് കുരുമുളക് സ്പ്രേ ചെയ്യുന്ന ഒരു സമരക്കാരൻ, പോലീസ് അയാളെ അതുപോലെ തന്നെ കൈകാര്യം ചെയ്തു. അയാളെ പിടികൂടി തിരിച്ച് അയാളുടെ മുഖത്തും ആ കുരുമുളക് സ്പ്രേ, അയാളുടെ കയ്യിലിരുന്ന കുരുമുളക് സ്പ്രേ തന്നെ പിടിച്ചു വാങ്ങിച്ച് പോലീസ് അടിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ആശങ്കപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ചാനൽ റിപ്പോർട്ടർ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ? അപ്പോൾ ആ പെൺകുട്ടിയുടെ മറുപടി, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതാണ്, പക്ഷേ മോദി ഉള്ളിടത്തോളം കാലം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമെന്ന് തോന്നുന്നില്ല, ആ രാജി കിട്ടുമെന്ന് തോന്നുന്നില്ല, മോദിയെ കൊല്ലാതെ വേറെ വഴിയില്ല. ഞാൻ മോദിക്കോ ഗോലി മാർദേന, അതും പറയാം, അങ്ങനെയാണ് പറയുന്നത്. മോദിയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് പറയുന്നത്. എങ്ങനെ കൊല്ലണമെന്നും കൂടി പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ തന്നെ അത് ചെയ്യും. അപ്പോൾ ഈ
റിപ്പോർട്ടർ പറയുന്നുണ്ട് ഇതെല്ലാം അക്കൗണ്ടബിളാണ്, ഇതെല്ലാം ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഈ പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, നിങ്ങളത് ഇതിൻ്റെ വരുംവരായികകൾ ചിന്തിച്ചിട്ടാണോ നിങ്ങളിത് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂസലന്യെ മറുപടി പറയണത് ഞാനിതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, ഞാൻ തന്നെ പോയി വേണമെങ്കിൽ മോഡിയെ കൊല്ലും എന്ന മട്ടിലാണ്. ഒരു നിസ്സാര ഒരു വികാരാവേശമോ ഒരു സാഹസിക പ്രവൃത്തിയോ ഈ സമരത്തിൻ്റെ ആവേശമോ ഒന്നുമായിട്ട് കരുതാൻ കഴിയുന്നില്ല. അതൊരു പെൺകുട്ടി അങ്ങനെ പറയുമ്പോൾ ഒരു വിടുവായത്തനം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെ അങ്ങനെ കണക്കിലെടുക്കാൻ കഴിയില്ല. അത് അന്വേഷിക്കേണ്ടത് പോലീസിൻ്റെ ജോലിയാണ്, നമ്മുടെ ജോലിയല്ല. ഇപ്പം ഇതിൻ്റെ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, അപ്പോൾ ഈ സമരമൊക്കെ നടന്ന് അക്രമാസക്തമായി പോലീസ് വാഹനങ്ങൾ തല്ലി തകർത്തു, പിന്നെ പോലീസുകാർ 118 പോലീസുകാർ ഇത് ആശുപത്രിയിലാണ്, പിന്നെ 5 IPS ഓഫീസർമാർ, അതിൽ ഡൽഹി ACP അടക്കം, കാശ്മീർ സ്വദേശിയായ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിപ്പം മറന്നുപോയി, കാശ്മീർ സ്വദേശിയായ IPS ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം അടക്കം പരിക്കേറ്റിരിക്കുകയാണ്. ഒരു വനിതാ പോലീസുകാരി 4 മാസം ഗർഭവതിയായിരുന്ന ആ സ്ത്രീയുടെ ഗർഭം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കുട്ടി ഗർഭസ്ഥ ശിശുവിനെ നഷ്ടപ്പെട്ടു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇങ്ങനെ വളരെ അക്രമാസക്തമായ സമരമാണ് നടന്നത്. ഈ സമരം അക്രമാസക്തമായി കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ദിവസം രാവിലെ ഉള്ള കാഴ്ച പല TV ചാനലുകളും നാഷണൽ മീഡിയയും കൊടുത്ത വാർത്ത, ഇത് കേരളത്തിലെ മാധ്യമങ്ങളിലൊന്നും ആ തരത്തിൽ വാർത്ത വന്നതായിട്ട് ഞാൻ കണ്ടില്ല, ഞാൻ കാണാത്തതായിരിക്കാം, ചിലപ്പോൾ അവർ വാർത്ത കൊടുത്തിട്ടുണ്ടാകാം, പക്ഷേ യൂട്യൂബിലൊന്നും പരിശോധിച്ചിട്ട് അങ്ങനെ കണ്ടില്ല. ഇപ്പം എല്ലാവരുടെയും എല്ലാ വാർത്തകളും യൂട്യൂബിൽ വരുമല്ലോ. ഈ ഡൽഹി പോലീസിലെ ഫോറൻസിക് വിഭാഗം വന്നിട്ട് ഈ വാഹനങ്ങളിലെല്ലാം അവർ കൈവിരൽ പാടിൻ്റെ ഇതെടുക്കുകയാണ്, അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുകയാണ്. മറിച്ചിട്ട വാഹനങ്ങളുടെ, എന്നിട്ട് കത്തിക്കാൻ ശ്രമിച്ച വാഹനങ്ങൾ, ചിലർ വന്ന് പിന്നെ ഈ തീപ്പെട്ടി ഒരിച്ച് മറ്റേ വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്ക് തുറന്നിട്ട് തീപ്പെട്ടി ഒരിച്ച് അകത്തേക്ക് ഇടുകയാണ്. ഒരിക്കൽ ഇട്ടിട്ട് അത് കത്തിയില്ല. പിന്നെ രണ്ടാമതിടാൻ ശ്രമിച്ചപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് തടയുന്നു. ഉടനെ കുറേ സമരക്കാർ കൂടി ആ പോലീസുകാരനെ ഓടിക്കുകയാണ് അവിടുന്ന്. എന്നിട്ട് വാഹനമൊന്നും കത്തിക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേക്കും കൂടുതൽ പോലീസ് എത്തിക്കാണും. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ഫോറൻസിക് വളരെ കൃത്യമായിട്ട് ഇതെല്ലാം എടുക്കുകയാണ്. ഇനി സൈബർ ഫോറൻസിക് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവർ ഇതിൽ പങ്കെടുത്ത അക്രമം കാണിക്കുന്ന ഓരോരുത്തരുടെയും മുഖം വളരെ കൃത്യമായിട്ട് എടുത്ത് അത് എൻലാർജ് ചെയ്ത് ആ മുഖത്തിൻ്റെ അതാരാണെന്ന് അറിയാൻ ഇപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മുടെ കണ്ണിൻ്റെ ഇത് വെച്ച് തന്നെ നമുക്ക് ആധാർ കാർഡ് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഇത് കുറച്ച് ദിവസങ്ങളെടുക്കും, പക്ഷേ പോലീസ് ഇതെല്ലാം ചെയ്യണം. എന്നിട്ട് ഈ കൈവിരൽപ്പാടുകൾ വെച്ച് നോക്കും. അതുപോലെ മറ്റ് അവിടെ നടന്നിരിക്കുന്ന ഇപ്പോൾ ഈ കല്ല്, കുപ്പി, ഇതെല്ലാം ശേഖരിച്ചിട്ട് അതിൽ നിന്നെല്ലാം വിരൽപ്പാടുകൾ എടുക്കുകയാണ് പോലീസ്, ഫോറൻസിക് ഇതെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ എൻലാർജ് ചെയ്തിട്ട് ആ വ്യക്തി ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം. ഇതെല്ലാം ഇത് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വന്നവരാണെങ്കിലും, ഇപ്പോൾ ചിലരൊക്കെ വന്ന്, ഇപ്പോൾ മലയാളികളൊക്കെ വന്ന് ഇവിടുന്ന് പൊന്നാനിയിൽ നിന്ന് പോയ ചിലരൊക്കെ അവിടെ ചെന്ന് വലിയ ഗീർവാണം പറയുന്നത് കേട്ടു, അല്ലേ? പിന്നെ അതുപോലെ നമ്മുടെ ഈ സെലിബ്രിറ്റി സിനിമാ താരം, അവതാരക ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ളവരൊക്കെ അവിടെ ചെന്നിട്ട് എന്തോ രഞ്ജിനി ഹരിദാസ് എന്തൊക്കെയാണ് പറയണതെന്ന് അവർക്ക് തന്നെ വ്യക്തതയുണ്ടോയെന്ന് എനിക്ക് സംശയം. ആർക്കും സമരം ചെയ്യാം, സമരം ചെയ്യാനുള്ള അവകാശത്തെ നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. അത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരൻ്റെ അവകാശമാണ്. പക്ഷെ ആ സമരം, ഞാൻ ചെയ്യുന്ന സമരം താങ്കൾക്ക് ഹാനികരമാകാൻ പാടില്ല, താങ്കൾക്ക് ഉപദ്രവകരമാകാൻ പാടില്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമുതൽ നശിപ്പിക്കുന്നതാകരുത്. അപ്പോൾ ഇവരെല്ലാം സ്ഥിരം ചോദിക്കുന്ന, ഇപ്പം ഒരു സിനിമാ നടി ഡയാന ഹമീദ്, അവർ ചോദിക്കുന്ന ചോദ്യം, ഈ അക്രമം ആരുണ്ടാക്കി? ഈ അക്രമം പോലീസാണോ ഉണ്ടാക്കിയത്? ഈ അക്രമം 20 ദിവസം, അങ്ങനെയാണെങ്കിൽ പോലീസിന് ഇത് ആദ്യത്തെ ദിവസം തന്നെ അക്രമം ഉണ്ടാക്കാമായിരുന്നല്ലോ, അടിച്ചോടിക്കാമായിരുന്നല്ലോ ഇവരെ അവിടുന്ന്. പോലീസ് അപ്പോഴൊന്നും ചെയ്തില്ല. അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, ആ അവകാശത്തെ പോലീസ് മാനിച്ചു. അതിന് ഡൽഹി നമുക്കറിയാം രാജ്യ തലസ്ഥാനമാണ്, അവിടെ ഒരു സംവിധാനമുണ്ട്, അതനുസരിച്ച് സമരം ചെയ്യാൻ പറ്റൂ. അത് തെറ്റിക്കുമ്പോൾ നിയമ നടപടി ഉണ്ടാകും. ഇത് ഇത്രയും വലിയ കൂട്ടത്തോടെ വന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് എന്ന് പറഞ്ഞു തുടങ്ങിയ സമരം ഇപ്പോൾ വന്ന് നിൽക്കുന്നത് വളരെ ആശ്ചര്യകരമാണ്, അതേസമയം ആശങ്കപ്പെടുത്തുന്നതുമാണ് അവരുടെ ആവശ്യങ്ങൾ.
ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കൂടുതൽ വിശദമായിട്ട് പോകുന്നില്ല. വളരെ വളരെ ഭയപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ സമരം പോയിരിക്കുന്നത്. മാത്രമല്ല ഈ സമരത്തിൽ അണിചേരാനെത്തിയവരാരൊക്കെയാണ്? തികഞ്ഞ ഇന്ത്യ വിരുദ്ധ നിലപാടുകളുമായി നടക്കുന്ന ആൾക്കാർ. അവർ വരുന്നു. നോക്കൂ, ജയ് ശ്രീറാം വിളിക്കുന്നത് തെറ്റാണ് ഒരു സമരത്തിൽ. ശരി, വാദത്തിന് വേണ്ടി നമുക്ക് അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അക്ബർ വിളിക്കുന്നതും തെറ്റല്ലേ? അല്ല, അത് തെറ്റല്ല, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അപ്പം മറ്റൊരാളിന് ജയ് ശ്രീറാം വിളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇത് നമ്മൾ ചോദിക്കാൻ പാടില്ല. ഇതാണ് ഇതിനകത്തുള്ള ഇരട്ടത്താപ്പ്. അപ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഇതിൽ അണിചേരാൻ വരുന്ന ആൾക്കാരുടെ എല്ലാം പശ്ചാത്തലം വളരെ ദുരൂഹമാണ്. വളരെ എന്താ പറയുക, അസ്വാഭാവികമായ രീതിയിലാണ് ഇവരൊക്കെ പെരുമാറുന്നത്. ഇപ്പം നമ്മുടെ ഈ ചാനലുകളൊക്കെ, മലയാളം ചാനലുകളൊക്കെ പോയി പലരെയും ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ആ ഇൻ്റർവ്യൂ ഈ പോലീസ് ഈ മീഡിയയിൽ വരുന്ന മുഴുവൻ സാധനങ്ങളും പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പിന്നെ റിപ്പോർട്ടർ തന്നെ, അതായത് അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളി റിപ്പോർട്ടർ പറയുന്നത്, ആ കല്ല് വരുന്നു ഓടിക്കോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ കല്ല് ഇവർ പോലീസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ പോലീസുകാരല്ല കല്ലെറിയുന്നതെന്ന് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. പോലീസ് ഈ ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചിട്ട് ഇനി പതുക്കെ പണി തുടങ്ങുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പെടുന്ന ആൾക്കാർക്ക് ഒരു FIR-ൽ ഇവരുടെ പേരുണ്ടാവും. അപ്പോൾ ഇവർ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ഇവർക്ക് സർക്കാർ ജോലി കിട്ടില്ല. ഇപ്പോഴത്തെ നിയമം അതാണ്. ഇനി കോർപ്പറേറ്റുകളിൽ ജോലിക്ക് നോക്കണ്ട, അവർ പോലീസിൻ്റെ വെരിഫിക്കേഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടും. അത് പോലീസ് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അത് കോർപ്പറേറ്റുകളിൽ ജോലി കിട്ടില്ല. പിന്നെ ഏതെങ്കിലും ലിമിറ്റഡ് കമ്പനികളിലോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ എന്തെങ്കിലും ചെയ്തോ ഒക്കെ ജീവിക്കാം. വിദേശത്ത് പോകാമെന്ന് വെച്ചാൽ സാധിക്കില്ല. ഇവരുടെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യും, കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇവർക്ക് ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അഭിജിത്ത് ദീപ്കയുടെയും സോനം വാങ്ചുക്കിൻ്റെയൊക്കെ വാക്കും കേട്ടുകൊണ്ട് ചാടിയിറങ്ങി അവിടെ അന്ധമായ മോദി വിരോധവും BJP-യോടുള്ള വെറുപ്പും ഒക്കെ വെച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, സമരം നമുക്ക് ആർക്കും ചെയ്യാം. പ്രതിപക്ഷ കക്ഷികൾ സമരം ചെയ്യുന്നില്ലേ? അത് ഈ പറയുന്നത് പോലെ ആ സമരത്തെ എല്ലാം ഇവിടെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണോ? ഇന്ത്യ മഹാരാജ്യത്ത് അടിച്ചമർത്താനുള്ള ചെറിയ ശ്രമങ്ങളൊക്കെ നടക്കും, അതില്ലെന്ന് ആരും പറയുന്നില്ല. പോലീസിൻ്റെ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകും. അത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് സമരം അക്രമാസക്തമാകുമ്പോൾ, നമ്മൾ ഷഹീൻ ബാഗിൽ ഡൽഹിയിൽ 2020 നമ്മൾ കണ്ടതാണ് CAA വിരുദ്ധ സമരത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. എത്ര നാളാണ് ആ കലാപം നീണ്ടു നിന്നതെന്നും 51 പേരുടെ ജീവഹാനി എങ്ങനെ സംഭവിച്ചുവെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് വ്യാജ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തവരാണ് മലയാള മാധ്യമങ്ങൾ. ഇവിടെ മയ്യത്ത് നിസ്കാരം വരെ നടത്തിക്കളഞ്ഞു. നമ്മുടെ രാജ്ഭവൻ്റെ മുമ്പിൽ, സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ എന്താ മരിച്ചു എന്ന് പറഞ്ഞിട്ട്, 2 പേരും മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ആരും മരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഇതിൽ തന്നെ ഒരു പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചാരണം നടത്തി. പക്ഷേ അങ്ങനെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ആർക്ക് വേണമെങ്കിലും, ഇന്നത്തെ കാലം ഇൻഫർമേഷൻ ഇത്രയും ബ്രോഡായിട്ട് കിട്ടുന്ന ഒരു കാലത്ത് ഇതൊക്കെ ഒളിച്ചു വെക്കാൻ പറ്റും? അങ്ങനെയൊന്നും ഒളിച്ചു വെക്കാൻ ഒരു സർക്കാരിനും പറ്റില്ല. ഒരു പെൺകുട്ടി മരിച്ചു എന്നുള്ളതായിരുന്നു ഇവിടുത്തെ പ്രചാരണം, തികച്ചും വ്യാജമായ പ്രചാരണം. സമരത്തിന് അതിൻ്റെ കാരണത്തിനൊക്കെ വിലയുണ്ട്, നമ്മളില്ലെന്ന് പറയുന്നില്ല. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്, ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ മന്ത്രി രാജിവെച്ച് മാറി നിന്ന് ഈ അന്വേഷണത്തെ നേരിട്ട്, ഇപ്പം മന്ത്രി നേരിട്ട് പോയി അവിടെ അഴിമതി നടത്തിയെന്നോ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയെന്നോ അല്ലല്ലോ പറയുന്നത്, അത് സമരക്കാരും പറയുന്നില്ല. അത് നടത്തിയവരെ ശിക്ഷിക്കണം. പക്ഷേ ഉത്തരവാദിത്വം മന്ത്രി ഏറ്റെടുക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ധാർമ്മികമായ ബാധ്യതയുണ്ട് അതിന്. അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ എന്തിനാണ് ഈ സമരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആവശ്യങ്ങൾ നീറ്റ് പരീക്ഷയിൽ നിന്ന് മാറി കാശ്മീരിൽ 370 പുനഃസ്ഥാപിക്കുക, കാശ്മീരിൻ്റെ സ്വയംഭരണാവകാശം പുനഃസ്ഥാപിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളിലേക്ക് പോകുന്നു. ബ്രാഹ്മണിക്കൽ ഹെജിമണി, ഇങ്ങനെയുള്ള 100 ഈ നീറ്റ് ഇതര ആവശ്യങ്ങൾ കടന്നു വരുന്നു. ഇതെന്താണ്? പിന്നെ മോദി രാജിവെക്കണം. സ്വാഭാവികമായിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ചോദിക്കുന്ന പ്രതിപക്ഷം
പ്രധാനമന്ത്രിയുടെ രാജിയും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആവശ്യപ്പെടും. അതൊക്കെ നമുക്ക് പിന്നെ അതിനൊരു യുക്തിയുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ ആർട്ടിക്കിൾ 370യും നീറ്റ് പരീക്ഷയുമായിട്ട് എന്താണ് ബന്ധം എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ കേസെടുത്ത് പോലീസ് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവർക്ക് സർക്കാർ ജോലി കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കോർപ്പറേറ്റ് സെഗ്മെൻറ്റിൽ ജോലിക്ക് നോക്കണ്ട, അപേക്ഷിക്കേണ്ട. പോലീസിൻ്റെ NOC കിട്ടില്ല ഇവർക്ക്. ഈ പറഞ്ഞതുപോലെ ഈ കേസ് വളരെ സ്ട്രോങ് ആയിരിക്കും. കാരണം ഈ പൊതുമുതൽ നശിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമ്യം കിട്ടണമെങ്കിൽ ഇയാളുടെ പേരിൽ FIRൽ ഇതിപ്പോൾ ഒരു കൂട്ടമായിട്ടാണ്, ഓരോരോ വ്യക്തിക്കെതിരെയല്ല കേസെടുക്കുന്നത്, വ്യക്തിപരമായി ഒരാളിനെതിരെയല്ല കേസെടുക്കുന്നത്. കേസ് ഈ ആൾക്കൂട്ടം, എന്നിട്ട് ആ ആൾക്കൂട്ടത്തിൽ ഞങ്ങൾ ഇന്ന ആൾക്കാരെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഒരിതിലാണിത് പോകുന്നത്. അപ്പോൾ ഈ അറസ്റ്റിലായ ആൾക്കാരുടെ അടുത്ത് പറയും ഇത്ര കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, അത് കെട്ടിവെക്കാൻ പറയും, കോടതിയിൽ കെട്ടിവെക്കാൻ പറയും. കെട്ടിവെച്ചിട്ട് ജാമ്യം, എന്നാൽ ഇവർക്ക് ജാമ്യം കൊടുക്കാം. ഇവർ ഇത്രയും വലിയ തുക, നോക്കൂ എത്ര വാഹനങ്ങളാണ് തല്ലി തകർത്തത്, ഇതിന് എത്ര കോടി രൂപയാവും. ഇത് ഈ സമരക്കാർക്ക് ആർക്കെങ്കിലും കെട്ടിവെക്കാൻ പറ്റും? ഇപ്പോൾ ഇവരെ പ്രോത്സാഹിപ്പിച്ച് ഈ വെള്ളവും വളവും കൊടുക്കുന്ന, ഓംലെറ്റും ബിരിയാണിയൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാരെങ്കിലും അന്ന് കാണുമോ? അവരാരെങ്കിലും ഇവരെ സഹായിക്കാൻ വരുമോ? അങ്ങനെ വന്നാൽ തന്നെ അത് വിജയിക്കുമോ? അങ്ങനെ സഹായിക്കാൻ കഴിയുമോ? അപ്പോൾ ഇതൊക്കെ വളരെ ആസൂത്രിതമായി നടന്നിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ ഈ ഈയാമ്പാറ്റകളെ പോലെ എടുത്തു ചാടി ഈ എന്താ പറയുക, സ്വന്തം ജീവിതം തുലയ്ക്കാനാണ് ഈ സമരക്കാർ ശ്രമിച്ചിരിക്കുന്നത്. പ്രതിഷേധം വേണം, പ്രക്ഷോഭം വേണം, മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടോട്ടെ, അത് ആ രാജി കിട്ടണം. ഇപ്പം ഞാൻ പറയുന്ന ഒരു ഇവരെല്ലാവരും പറയുന്ന വലതുപക്ഷ ചിന്തകനാണ് ആനന്ദ് രംഗനാഥ്, അഡ്വക്കേറ്റ് സായി ദീപകിനെ പോലെയുള്ളവർ. അവരും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ക്രമക്കേട് അവസാനിപ്പിക്കണം, ഇതെന്നേക്കുമായിട്ട് ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷനാണ് വേണ്ടത്. ഇത് ഇനിയും നമ്മുടെ കുട്ടികളുടെ ഭാവി വെച്ച് ഇത് പന്താടാൻ പാടില്ല. അതുകൊണ്ട് ഇത് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം. പക്ഷേ അതിൻ്റെ പേരിൽ രാജ്യം കത്തിക്കാൻ ശ്രമിക്കുന്നു. നോക്കൂ, മലയാള മാധ്യമങ്ങളെല്ലാവരും ഒരേ ടോണിലാണ് വാർത്ത കൊടുക്കുന്നത്. ഡൽഹി കത്തുന്നു. കേവലം ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്, ഡൽഹി കത്തുന്നു. അപ്പോൾ ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ്? ഡൽഹി കത്തണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യുദ്ധക്കുറ്റവാളിയെ പോലെ വിചാരണ ചെയ്യണം, ഇതൊക്കെയാണോ ഇവരുടെ മനസ്സിലിരിക്കുന്നത്? ഈ മലയാള ചാനലുകളിലെ റിപ്പോർട്ടർമാരും ആങ്കർമാരും അവതാരകരും ഒക്കെ പറയുന്ന അവരുടെ ആവേശമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ കേരളത്തിലെ CPMഉം കോൺഗ്രസും ഒക്കെ മാറി നിൽക്കണം. അവരെക്കാൾ വലിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആവേശത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷേ എൻ്റെ വാർത്തകളിൽ ആ രാഷ്ട്രീയം കലർത്തരുത്. അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ അക്കൗണ്ടബിളാണ്. അവിടെ ജനം എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പരമാവധി നിഷ്പക്ഷമായി, സത്യസന്ധമായി, സുതാര്യമായി വസ്തുതകൾ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതിന് തക്കതായ നടപടി വേണം. കുറ്റവാളികളെ, പ്രതികളെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. മന്ത്രി രാജിവെക്കണം എന്നുള്ളത് സമരക്കാർ ഉയർത്തുന്ന ആവശ്യം ന്യായമാണ്. അത് അന്യായമാണെന്ന് നമ്മൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമാണ്, അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കണം. ഇനി ഇപ്പുറത്ത് അക്രമസമരം, ഈ രാജ്യത്ത് പോലീസിനെ വേട്ടയാടാൻ ശ്രമിക്കുക, അതൊക്കെ പോലീസിൻ്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിക്കുക, ഇതൊന്നും ഇവർക്കെല്ലാം ഇത് അഴിയേണ്ടി വരുമെന്ന് ഒരു സംശയവും വേണ്ട. ഇവര് ജാമ്യം കിട്ടാത്ത കുറ്റമാണ്. ഈ പറഞ്ഞതുപോലെ തുക അടച്ചാൽ മാത്രമേ ഇവർക്ക് ജാമ്യം കിട്ടുള്ളൂ. ഈ തുക കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യം കിട്ടുള്ളൂ. ഇപ്പോൾ നിയമമൊക്കെ മാറി. നമ്മുടെ കേരളത്തിൽ പോലും നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം പോലീസിനെ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ചവരെല്ലാം അകത്ത് കിടക്കണം. ഒറ്റയെണ്ണത്തിനും ജാമ്യം കിട്ടിയിട്ടില്ല. ED ആക്രമിക്കാൻ പോയവർ എത്ര നാളായിട്ട് അകത്ത് കിടക്കുന്നു, ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് എന്തിന് ബംഗാളിലൊരു വിദ്വാൻ 2 വർഷമായിട്ട്, 2 അല്ല, ഏതാണ്ട് 800 ചില്ലുവാനം ദിവസങ്ങളായിട്ട് അകത്ത് കിടക്കുകയാണ്. 2 വർഷത്തിൽ കൂടുതലായി. ഷാജഹാൻ ഷെയ്ഖ് ജാമ്യം കിട്ടിയിട്ടില്ല. സുപ്രീം കോടതി പോയിട്ട് പോലും ജാമ്യം കിട്ടിയിട്ടില്ല, ED ആക്രമിച്ചു കേസ്. അപ്പോൾ ഇതൊക്കെ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് അത് നമ്മളെല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്.
നമുക്ക് പ്രതിഷേധിക്കാം, പ്രക്ഷോഭം നടത്താം, അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതൊക്കെ ചെയ്യാം. നിയമപോരാട്ടം നടത്താം. രാജ്യത്ത് കോടതികളുണ്ടല്ലോ. ഒരല്പം വൈകിയാലും നീതി ലഭിക്കും നമുക്ക്. നമ്മുടെ ഭാഗത്താണ് സത്യമെങ്കിൽ, നമ്മുടെ ഭാഗത്ത് അതിൻ്റെ തെളിവുകളുണ്ടെങ്കിൽ നമ്മൾ എന്തിനു ഭയക്കണം? നീതിയുടെ വാതിലുകൾ മലർക്ക തുറന്നിട്ടിരിക്കുകയാണ്. നിയമപോരാട്ടം നടത്തണം. അല്ലാതെ നമ്മുടെ പൊതുമുതൽ നശിപ്പിക്കാൻ, പോലീസിനെ ആക്രമിക്കാനൊന്നും അല്ല പോകേണ്ടത്. അതൊരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല, ഒരു നാഗരിക ജനതയ്ക്ക് യോജിച്ചതല്ല അത്. അതുകൊണ്ട് എൻ്റെ പൊന്നു പാറ്റ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവരെ പിന്തുണച്ചു വരുന്ന സെലിബ്രിറ്റികൾ, നിങ്ങൾ ആലോചിക്കണം, ഈ സമരം സമാധാനപരമായിട്ടാണോ ചെയ്തത്, അതോ ഈ സമരം രാജ്യത്തിൻ്റെ ഭരണം അട്ടിമറിക്കാൻ? നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. രാജ്യത്തിൻ്റെ 5 വർഷം ഭരിക്കാനാണ് ജനം തിരഞ്ഞെടുത്ത് അയച്ചത്. അവർ 5 വർഷം ഭരിക്കട്ടെ. ആ 5 വർഷത്തെ ഭരണം മോശമാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവരെ മാറ്റാമല്ലോ. ജനങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഇവിടെ തിരഞ്ഞെടുപ്പ് വരുമല്ലോ. അന്ന് നിങ്ങൾ ഇറങ്ങി, ഈ സെലിബ്രിറ്റികളെല്ലാം കൂടെ ഇറങ്ങി ഈ കഴിഞ്ഞ സർക്കാരിനെതിരെ നിരന്തരമായ പ്രചാരണം നടത്തൂ. അതിനൊന്നും വയ്യ. അതൊന്നും താല്പര്യമില്ല. ഞങ്ങൾക്ക് ഭരണം അട്ടിമറിക്കണം. അത് നിയമവാഴ്ച നിലനിൽക്കുന്നിടത്തോളം കാലം സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഏത് സെലിബ്രിറ്റി ആയാലും, ഏത് കൊമ്പത്തെ സെലിബ്രിറ്റിയുടെ മകനോ മകളോ ആയാലും ശരി, അതൊന്നും വിജയിക്കും എന്ന് കരുതണ്ട. അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ്. മൂഢ സ്വർഗത്തിൽ ജീവിക്കുന്നവരെ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവുള്ളൂ. ദന്തഗോപുരത്തിലിരുന്ന് എന്തും വിളിച്ചു പറയാം, പക്ഷെ താഴെ കളത്തിലിറങ്ങി കളിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. എന്തായാലും നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ അക്രമകാരികൾക്ക് ഒരു കാരണവശാലും മാപ്പ് കിട്ടും എന്ന് വിചാരിക്കേണ്ട. ഇനി മാപ്പിന് വേണ്ടി സോനം വാങ്ചുക്ക് ഇപ്പോൾ പറയുന്നത്, ഞാൻ നിരാഹാരം അവസാനിപ്പിക്കാം, പോലീസ് കേസെടുക്കരുത്, ഈ സമരക്കാർക്കെതിരെ കേസെടുക്കരുതെന്നാണ്. എന്തൊരു വൈരുദ്ധ്യമാണ് ഈ പറയുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. വളരെ കൃത്യമായിട്ട് ഡൽഹി പോലീസ് മുന്നോട്ട് പോകും. ഈ അക്രമം കാണിച്ചവരെല്ലാം പൂട്ടു വീഴും, ഒരു സംശയവും വേണ്ട.